ഞങ്ങളെ ചൂഷണം ചെയ്യാൻ എല്ലാ സ്ഥലത്തും ചൂഷണം ചെയ്ത് ഞങ്ങളെ മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചിട്ടാണ് ഈ പണി ചെയ്ത് ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. മട്ടുകെട്ടാ പറയുന്നത്, സൈകെട്ടാ വിഷം കടിച്ച ചാവും. അത് കളക്ടറേറ്റായിരിക്കും എവിടെയായിരിക്കും. ജീവനെടുക്കുന്ന SIR വോട്ടർ പട്ടിക തീവ്ര പരിശോധന, അതായത് SIR വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന എന്യൂമറേറ്റർമാരെ ജീവിതത്തിൽ നിന്നു തന്നെ പുറത്താക്കുകയുമാണ്. അത്തരം നിരവധി വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പുറത്തു വന്നത്. 2025 നവംബർ 16 തീയതിയാണ് കണ്ണൂരിലെ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജ് മേലധികാരികൾ ചെലുത്തിയ കടുത്ത ജോലി സമ്മർദ്ദം താങ്ങാനാവാതെ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്തെ 25,000-ഓളം വരുന്ന BLOമാരുടെ പ്രതിനിധിയാണ് അദ്ദേഹം. തൻ്റെ മകൻ ദിവസങ്ങളായി വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ജോലികളിൽ വ്യാപൃതനായിരുന്നുവെന്നും കടുത്ത ജോലി സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും അനീഷിന്റെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷന്റെയും സംസ്ഥാന ഇലക്ടറൽ ഓഫീസറുടെയും മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾക്കെതിരെ തൊട്ടടുത്ത ദിവസം കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ജീവനക്കാർ തിരഞ്ഞെടുപ്പ് ജോലികളിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ അനീഷിനെ പോലെയുള്ള BLOമാർ കടുത്ത ജോലി സമ്മർദ്ദം അനുഭവിക്കുകയാണെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കെൽക്കറോ, അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിയിൽ ജില്ലാതല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കലക്ടർമാരോ തയ്യാറായിട്ടില്ല. അനീഷിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നാണ് കണ്ണൂർ കലക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞത്. BLO അനീഷിൻ്റെ മരണം ഒറ്റപ്പെട്ടതല്ല. ബീഹാറിനു ശേഷം വോട്ടർ പട്ടിക തീവ്ര പരിശോധന ആരംഭിച്ച 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇതിനു സമാനമായ നിരവധി സംഭവങ്ങൾ ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആത്മഹത്യ, ഹൃദയാഘാതം, മാനസികാഘാതം, നാടുവിട്ട് പോക്ക് തുടങ്ങി പലതരത്തിലാണ് SIR ജീവനക്കാരെ സമ്മർദ്ദത്തിലാക്കുന്നത്. മധ്യപ്രദേശിൽ 2 ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ജീവൻ നഷ്ടപ്പെട്ടു. രമാകാന്ത് പാണ്ഡെ, സീതാറാം ഗോണ്ട് എന്നീ അധ്യാപകരാണ് ആ ഹതഭാഗ്യർ. SIRന്റെ സമ്മർദ്ദമാണ് ഇരുവരെയും മരണത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബം ആരോപിച്ചെങ്കിലും അധികാരികൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതേ സംസ്ഥാനത്ത് ഒരു BLO ജോലിഭാരം കൊണ്ട് നാടുവിട്ടുപോയി. ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയം വരെ അദ്ദേഹം തിരിച്ചെത്തിയിട്ടില്ല. ഭാവ്നഗറിലെ രായൺദാസ് സോണിയാണ് നാടുവിട്ടുപോയ BLO. കഴിഞ്ഞ ആഴ്ചയിൽ ബംഗാളിൽ 2 പേർക്കാണ് SIR സമ്മർദ്ദത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. മരിച്ചവർ 2 പേരും വനിതകളാണ്. 2 പേരും തൂങ്ങി മരിക്കുകയായിരുന്നു. ഇതിൽ കൃഷ്ണ ജില്ലയിലെ റിങ്കു തരാപ്തയുടെ ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ആത്മഹത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്ക് വ്യക്തമാക്കുന്നതാണ് കുറിപ്പെന്ന് ബംഗാളിൽ നിന്നുള്ള വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തൻ്റെ മരണത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഉത്തരവാദിയെന്നും തന്നെ മരണത്തിലേക്ക് തള്ളിയിട്ടുവെന്നും അവർ ആത്മഹത്യാക്കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. റിങ്കുവിനു മുമ്പ് ആത്മഹത്യയിൽ അഭയം തേടിയ ബംഗാളിലെ ജയ്പാൽഗുരിയിലെ ശാന്തിമണി ആത്മഹത്യയുടെ വഴി തെരഞ്ഞെടുക്കും മുമ്പ് രാജിവെക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ മേലധികാരികൾ നിഷേധിച്ചു. തുടർന്നാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ബംഗാളിൽ BLOമാരുടെ മൃതദേഹങ്ങളുമായി നാട്ടുകാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസ് ഉപരോധിക്കുക പോലും ചെയ്തു. രാജസ്ഥാനിലെ ജയ്പൂരിൽ മുകേഷ് ജാൻഗിഡ് നവംബർ 16 ആത്മഹത്യ ചെയ്തത്. സ്ഥലം പോലീസ് സ്റ്റേഷനിലെ SHOയെ ഉദ്ധരിച്ച് ദി വയർ റിപ്പോർട്ട് ചെയ്തത് ഇയാൾ ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നുവെന്നാണ്. സസ്പെൻഡ് ചെയ്യുമെന്ന് മേലധികാരി ഭീഷണി മുഴക്കിയിരുന്നതായും SIR ആണ് ആത്മഹത്യക്ക് പിന്നിലെന്നും ജാൻഗിഡിന്റെ സഹോദരൻ പറയുന്നു. ഗുജറാത്തിലെ ഗിർ സോമനാഥ് ജില്ലയിലെ സ്കൂൾ ടീച്ചർ അരവിന്ദ് വധേറാണ് മരണത്തിൽ അഭയം തേടിയ മറ്റൊരാൾ. ആത്മഹത്യക്ക് മുമ്പ് അരവിന്ദ് തൻ്റെ ഭാര്യയ്ക്ക് ഒരു കത്തെഴുതിയിരുന്നു. വോട്ടർ പട്ടിക തീവ്ര പരിശോധന സൃഷ്ടിച്ച സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് പിന്നിലെന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. എന്നാൽ ജില്ലാ കളക്ടർ പതിവ് പോലെ ഇതും നിഷേധിച്ചു. ജില്ലയിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചയാളായിരുന്നു അരവിന്ദ്. ഗുജറാത്തിലെ രമേഷ് ഭായ് പാർമറിനും ഇതേ കാരണത്താലാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റേത് ആത്മഹത്യയായിരുന്നില്ല, ജോലി സമ്മർദ്ദത്തെ തുടർന്നുള്ള ഹൃദയാഘാതമായിരുന്നു. ദി ഡെയിലി ജാഗരൺ പത്രത്തിൻ്റെ കണക്കനുസരിച്ച് 6 സംസ്ഥാനങ്ങളിലായി 16 BLOമാരാണ് മരിച്ചത്. മധ്യപ്രദേശ് 4, ഗുജറാത്ത് 4, ബംഗാൾ 3, രാജസ്ഥാൻ 2,
തമിഴ്നാട് 1, കേരളം 1 എന്നിങ്ങനെയാണ് ആ കണക്ക്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറയുന്നത് SIR-മായി ബന്ധപ്പെട്ട് 28 പേർക്ക് പല വിധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടെന്നാണ്. ടെലിഗ്രാഫിന്റെ കണക്കനുസരിച്ച് 5 പേരാണ് മരിച്ചത്. ബംഗാളിൽ 2, കേരളത്തിലും ഗുജറാത്തിലും ഓരോന്ന് വീതവും. രാഹുൽ ഗാന്ധി 16 BLOമാർ മരിച്ചതായാണ് കണക്കുകൾ നിരത്തി പറയുന്നത്. ABP ലൈവ് 28 BLOമാരുടെ മരണം രേഖപ്പെടുത്തി. TMC-ക്കാരുടെ അഭിപ്രായത്തിൽ ഫീൽഡ് വർക്കേഴ്സ് അടക്കം 34 പേർക്കാണ് ജീവൻ നഷ്ടമായത്. SIR പൂർത്തിയാവാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനി എത്ര പേരുടെ ജീവൻ ഹോമിച്ചാലാണ് വോട്ടർ പട്ടിക തീവ്രപരിശോധന പൂർത്തിയാവുക? പൂർത്തിയായാൽ തന്നെ എത്ര പേർ പട്ടികയിൽ അവശേഷിക്കും? ഒന്നും വ്യക്തമല്ലെന്ന് മാത്രമല്ല വ്യക്തത വരുത്താൻ സർക്കാർ കരുതുന്നുമില്ല.